അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരിമാരെ, സഹോദരന്മാരെ, നമസ്കാരവുമായി ബന്ധപ്പെട്ട ശുദ്ധീകരണ വിഷയങ്ങളാണ് നമ്മൾ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായി കേട്ടുവരുന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ പ്രകൃതിയിൽ നൽകിയിട്ടുള്ള രണ്ട് അശുദ്ധികളാണ് ആർത്തവവും അതുപോലെ തന്നെ പ്രസവവും. ആർത്തവരക്തവും പ്രസവരക്തവും. ആർത്തവരക്തത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചപ്പോൾ അതൊന്ന് പ്രത്യേകമായി പറയേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. അതുമായിട്ട് ഒരുപാട് ആളുകൾക്ക് ഒന്ന് അതിൻ്റെ സമയം എത്രയാണ് കൂടിയ പരിധി, എത്രയാണ് കുറഞ്ഞ പരിധി, ആർത്തവരക്തത്തിന്റെ സ്വഭാവം എന്താണ് എന്നിത്യാദി കാര്യങ്ങളിൽ വലിയ അശ്രദ്ധയും അറിവില്ലായ്മയും ഉണ്ട് എന്നതാണ് പലരുടെയും ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർത്തവരക്തത്തിന്റെ പരിധി 15 ദിവസം എന്ന് പറഞ്ഞ ഹദീസുകളെല്ലാം ദുർബലമാണ്. എന്നാൽ എല്ലാ സ്ത്രീകൾക്കും 15 ദിവസം തുടർച്ചയായിട്ട് ആർത്തവമാണ്. അതിൽ കുറഞ്ഞ് ഒരു സ്ത്രീയെ നമ്മൾ കാണില്ല. പ്രസവത്തിനും കൂടിയ ദിവസം തന്നെ എല്ലാവർക്കും 40 എന്നത് അതിന്റെ ഏറ്റവും മാക്സിമമാണ്. എൻ്റെ ഒന്നും പരിചയത്തിൽ, നിങ്ങളുടെ എന്താന്ന് എനിക്കറിയില്ല, 10-20 ദിവസം കൊണ്ട് ശുദ്ധീകരിച്ച് കുളിച്ച സ്ത്രീകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പ്രസവിച്ചത് കേട്ടാൽ പിന്നെ 40 കുളിക്കുക എന്നാ പറയും. അപ്പൊ അതൊരു സ്ഥിരം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണോ എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ഇബാദത്ത് നഷ്ടപ്പെടാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർത്തവത്തെ പറ്റി, പ്രസവത്തെ പറ്റി, ഇസ്തിഹാദത്തിനെ പറ്റി, മൂർത്തവാർച്ചയെ പറ്റിയൊക്കെ ഇന്ന് അല്പം സമയം സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഹൈള് എന്ന വാക്കിന്റെ അർത്ഥം ഒഴുക്ക് എന്നാണ്. ഹാലൽ വാദി എന്ന് പറഞ്ഞാൽ ഒരു താഴ്വരയിലൂടെ, താഴ്വര നിറഞ്ഞൊഴുകുന്നതിനാ പറയാം. ഒരു താഴ്വര ഫുള്ളായിട്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണെങ്കിൽ ഹാലൽ വാദി എന്ന് അറബി ഭാഷയിൽ പറയും. അപ്പൊ ഹൈ എന്ന് പറഞ്ഞാൽ നിറഞ്ഞൊഴുകുക. നമ്മൾ ഗർഭപാത്രത്തിൽ പ്രസവം, പുരുഷന്റെ ബീജം സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ സ്ത്രീകളുടെ ഗർഭാശയത്തിൽ ഉണ്ടാവുകയും അത് സാധിക്കാതെ വരുമ്പോൾ ആ സജ്ജീകരണങ്ങളെ പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് സത്യത്തിൽ ഹൈള് എന്ന് പറയുന്നത്. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലയും ഇമാം തുർമിദി റഹിമഹുല്ലയും റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, ഫതഹയ്യളി സിത്തത്ത് അയ്യാമിൻ ഔ സബഅത്ത് അയ്യാമിൻ ഫീ ഇൽമില്ലാ. കുറഞ്ഞത് ഒരു ആർത്തവത്തിന്റെ ദിവസം എന്ന് പറയുന്നത് ഒന്നുകിൽ 6 അല്ലെങ്കിൽ 7 ഫീ ഇൽമില്ല. അള്ളാഹുവിന്റെ അറിവിൽ, അള്ളാഹിന്റെ നിശ്ചയപ്രകാരം ആർത്തവത്തിന്റെ പരിധി 6-7 ദിവസമാണ് എന്ന് അബൂദാവൂദും തുർമുദിയും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇതാണ് ഈ വിഷയത്തിൽ സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ ദിവസം എത്ര എന്ന് ഹദീസിൽ എവിടെയും പരാമർശമല്ല. പണ്ഡിതന്മാർ ഒരു ദിവസമാണ് എന്ന് പറയുന്നു. കൂടിയത് 15 ദിവസമാണെന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 15 ദിവസമാണെന്ന് കാണിക്കുന്ന ഹദീസുകളെല്ലാം ദുർബലമാണ്. അതുകൊണ്ട് എൻ്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാർ 6-7 ദിവസം കഴിഞ്ഞാൽ കുളിച്ച് നമസ്കരിക്കാൻ ശ്രദ്ധിക്കണം. 2-3 ദിവസം കൊണ്ട് ശുദ്ധിയാവുകയാണെങ്കിൽ 6-7 ദിവസമാവാൻ കാത്തു നിൽക്കേണ്ടതില്ല. ശുദ്ധിയായി എന്ന് കണ്ടാൽ ഉടനെ കുളിച്ച് നമസ്കരിക്കണം. അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാഴ്ചയിൽ കൂടുതൽ ഉണ്ടായാൽ രോഗമായി കണക്കാക്കുകയും അത് ഒളു എടുത്ത് നമസ്കരിക്കുകയും വേണം. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാലത്ത് ഫാത്തിമത്തു ബിന്ത് അബി ഹുബൈഷ്
ഫാത്തിമ ബിന്ത് അബി ഹുബൈഷ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, ഇന്നീല അത്തുഹുറു, ഞാൻ ഒരിക്കലും ശുദ്ധിയാവാത്ത ഒരു പെണ്ണ, എന്നും രക്തം വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത് സല, ഞാൻ നമസ്കാരം ഉപേക്ഷിക്കട്ടെയോ, എന്താ ചെയ്യേണ്ടത്? മതവിധി ചോദിക്കുകയാണ്. അപ്പൊ ആ സഹോദരിക്ക് എല്ലാ ദിവസവും രക്തം പോവുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നവാലിക ഇർഖുൻ വലൈസ ബിൽ ഹൈദ്, അതൊരു തരം നീരാണ്, അത് ഹൈളല്ല. ഫഇദാ അഖ്ബലത്തിൽ ഹൈളു, സാധാരണ ആർത്തവ രക്തത്തിന്റെ ആ സമയം വന്നാൽ ഫബുരുക്കി അസ്വല, നീ നമസ്കാരം ഒഴിവായിക്കോ. വൈദാ ദഹബ, ആ ദിവസം കഴിഞ്ഞിട്ടും രക്തം കാണുകയാണെങ്കിൽ ഫഹസിലി അൻകിദ്ദമ, ആ രക്തം കഴുകി ശുദ്ധിയാക്കി കുളിച്ച് നീ നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ തുടർച്ചയായി രക്തം വന്നുകൊണ്ടിരിക്കുന്നു, ഒരു പെണ്ണാണ് ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സാധാരണ ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടാകുന്ന 6-7 ദിവസം നീ ആർത്തവമായി കണക്കാക്കുക. ആ ദിവസം എന്ത് ചെയ്യുക? നമസ്കാരം ഒഴിവാക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ കുളിച്ച് നീ നമസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുളി നിർബന്ധമാണ്. ഏത്? ഹൈള് അവസാനിച്ച കുളി നിർബന്ധമാണ്. പിന്നീട് രക്തം വരുന്ന സ്ത്രീകൾക്ക് അതിന് ഇസ്തിഹാലത്ത് എന്നാണ് അറബി ഭാഷയിൽ പറയുക. അങ്ങനെയുള്ള സ്ത്രീകൾ കുളിക്കല്ല, ഓരോ വക്തിനും ഉളു എടുക്കലാണ് അവർക്ക് നിർബന്ധം. എന്ന് പറഞ്ഞാൽ ഒരു ഒളു എടുത്തു, ലുഹറിന് ഒളു എടുത്തു, ആ ലുഹറിന്റെ ഒളു അസറിന് പോയില്ല നിൽക്കുക. പക്ഷെ ഇസ്തിഹാദത്തുള്ള സ്ത്രീകൾ അസറിന് വേറെ ഒളു എടുക്കണം. അത് ബാങ്ക് വിളിച്ചതിന് ശേഷമേ എടുക്കാവൂ. അങ്ങനെ നമസ്കരിക്കാനാണ് ഫാത്തിമ ബിന്ത് അബു ഹുബൈഷ് റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുള്ളത്. സാധാരണ ആർത്തവം ഉണ്ടാകുന്ന ദിവസം ആർത്തവമായി കണക്കാക്കുക, അല്ലാത്തതിന് ഓരോ ദിവസവും ഓരോ വക്തിനും ഉളു എടുക്കുക. ഇനി ഈ രോഗം ഉണ്ടാവുന്നതിന് മുമ്പ് എത്ര ദിവസമാണോ ആർത്തവമായി കണക്കാക്കിയുള്ളത്, ആ ദിവസം ആർത്തവമായി കണക്കാക്കുക. അത് ചിലപ്പോൾ 3 ദിവസമായിരിക്കും, ചിലപ്പോൾ 4 ദിവസമായിരിക്കും, 6-7 മാക്സിമം. അത് കഴിഞ്ഞാൽ കുളിച്ച് ശുദ്ധീകരിക്കുക. അതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ ആർത്തവ സമയം കഴിഞ്ഞിട്ട് വീണ്ടും രക്തം വരുന്നതിനാണല്ലോ പറയാം. ഇത്തരം സ്ത്രീകള് ആർത്തവ ദിവസം കഴിയുമ്പോൾ കുളിക്കൽ നിർബന്ധമാണ്. പിന്നീട് ഓരോ വക്തിനും ഉളു ചെയ്താൽ മതി. അതായത് ഒരു ഒളു എടുത്ത് ഫർള് നിസ്കരിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത ഫർള് നിസ്കാരത്തിന് വേറെ ഒളു എടുക്കണം. അത് ബാങ്ക് വിളിച്ചതിന് ശേഷമേ എടുക്കാം. ഇനി ശുദ്ധിയുള്ള സ്ത്രീകളെ പോലെ തന്നെയാണ് ഇസ്തിഹാദത്തുള്ള സ്ത്രീകളും. വേറെ വ്യത്യാസമൊന്നുമില്ല, ഒറ്റ വ്യത്യാസമുള്ളൂ. അവർക്ക് ഓരോ നമസ്കാരത്തിനും ഉളു ഉണ്ടെങ്കിൽ പോലും ഉളു എടുക്കൽ നിർബന്ധമാണ് എന്നതല്ലാതെ ശുദ്ധിയുള്ള സ്ത്രീകളും ഇസ്തിഹാദത്തുള്ള സ്ത്രീകളും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. അപ്പോ ഈ 15 ദിവസം എന്നത് പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്നതിൽ കവിഞ്ഞ് അതിന് സ്വഹീഹായ ഹദീസിന്റെ പിൻബലമില്ല എന്ന് മനസ്സിലാക്കി 6-7 ദിവസം കഴിയുമ്പോൾ കുളിച്ച് ശുദ്ധീകരിച്ച് നമസ്കരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതും. മറ്റൊന്ന്, ആർത്തവ രക്തത്തിന്റെ കളറ് നോക്കിയിട്ട് നമുക്ക് ആർത്തവം കഴിഞ്ഞോ ഇല്ലേ എന്ന് തീരുമാനിക്കാവുന്നതാണ്. ഇദാ കാന ദമൽ ഹൈലി ഫഇന്നഹു അസ്വദു യുറഫു, വളരെ കട്ടിയുള്ള കറുപ്പ് കളർ, അതാണ് അറിയപ്പെട്ടത്. അങ്ങനെ കണ്ടാൽ ഫഅംസികി അനിസ്വല, നീ നമസ്കാരം ഒഴിവാക്കിക്കോ. ഫഇദാ കാനൽ ആഖറു, അങ്ങനെ കളറ് മാറിയാലോ ഫതവല്ലഇ ഫഇന്നമാ ഹുവ ഇർഖുൻ, നീ ഒളു എടുത്ത് നമസ്കരിച്ചോ, അത് വെറും നീരാണ് എന്ന് ഫാത്തിമ ബിന്ത് അബി ഹുബൈഷിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ കട്ടിയുള്ള കറുപ്പ് കളറുള്ള രക്തമാണ് ഒരു തരത്തിൽ ഹൈള്. മറ്റു ചിലപ്പോൾ ചുവപ്പായിട്ട് വരും, മഞ്ഞ നിറയായിട്ട് വരും. മഞ്ഞയുടെ ആധിക്യത്തോടെ ഏകദേശം ചലം പോലെ ആർത്തവ രക്തം വരാറുണ്ട്. അതുപോലെ തന്നെ കലങ്ങിയതും ഉണ്ടാവും. കലങ്ങിയത് എന്ന് പറഞ്ഞാൽ കറുപ്പിലേക്ക് കൂടുതൽ ചായ്വ് കാണിക്കുന്ന വിധം, കറുപ്പും വെള്ളയും കലർന്ന കലങ്ങിയ രൂപത്തിൽ ആർത്തവ രക്തം വരും. ഇതൊക്കെ ആർത്തവ ദിവസത്തിന്റെ ആ സമയത്ത് കാണുകയാണെങ്കിലാണ് ഇതൊക്കെ ആർത്തവമായി പരിഗണിക്കേണ്ടത്. സാധാരണ ആർത്തവ രക്തത്തിന്റെ സമയം കഴിഞ്ഞിട്ടും ഈ കണ്ട കളറിലൊക്കെ രക്തം വന്നാലും നമ്മൾ അത് പരിഗണിക്കേണ്ടതില്ല. കുളിച്ച് വൃത്തിയായി ഒളു എടുത്ത് നമസ്കരിക്കണം എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ സ്ത്രീകളുടെ വളണ്ടിയർ ആയിരുന്നു.
ഈദ്ഗാഹിലേക്കൊക്കെ ആളുകളെ കൊണ്ടുപോവേണ്ട ഉത്തരവാദിത്തം ഉമ്മു അത്തിയ റളിയല്ലാഹുവിനൊക്കെയായിരുന്നു. അവർ പറയുന്നുണ്ട്, കുന്നാ ലാ നഅ്ദുൽ ഖുദ്റത വസ്സുഫറ ബഅദ തുഹ്രി ശൈഅ. ശുദ്ധി ആയതിനു ശേഷം കറുപ്പാവട്ടെ മഞ്ഞയാവട്ടെ ഏത് കളറ് രക്തം വന്നാലും ഞങ്ങളത് പരിഗണിക്കാറേ ഉണ്ടായിരുന്നില്ല. കാരണം ആ പരിധി കഴിഞ്ഞാൽ പിന്നെ ഏത് രക്തം വന്നാലും നമ്മളത് ഇസ്തിഹാദത്തിന്റെ രോഗത്തിന്റെ അടയാളമായി കാണുകയും കുളിച്ച് ശുദ്ധിയായി ഒതു എടുത്ത് നമസ്കരിക്കുകയും ചെയ്യുക എന്നതാണ് ചെയ്യാറുള്ളത്. ഇനി ആർത്തവകാരിക്ക് പാടില്ലാത്ത സംഗതികൾ എന്തൊക്കെയാണ്? ഒന്ന്, നമസ്കാരിക്കാൻ പാടില്ല, നമസ്കാരം ഒഴിവാക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കുന്നാ നഹിളു അല അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഞങ്ങൾക്ക് ആർത്തവം ഉണ്ടാവും. ഫനുഉമറു ബിഖളാഇ സൗം. നോമ്പ് നോറ്റ് വീട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കും. വലാ നുഉമറു ബിഖളാഇ സ്വലാ. നമസ്കാരം ഖളാ വീട്ടാൻ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ നമസ്കാരം ഒഴിവാക്കാം. അത് പിന്നീട് ശുദ്ധിയായതിനു ശേഷം എന്ത് ചെയ്യേണ്ടതില്ല, ഖളാ വീട്ടുക എന്നുള്ള പരിപാടി നമസ്കാരത്തിനില്ല. എന്നാൽ നോമ്പ് അങ്ങനല്ല. നോമ്പ് കാലത്ത് ഒരു സ്ത്രീക്ക് ഹൈളോ കണ്ടായാൽ അത് ശുദ്ധീകരിച്ചതിന് ശേഷം ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് സൗകര്യം പോലെ അത് നോറ്റ് വീട്ടണം. അപ്പൊ നമസ്കാരത്തിന് ഖളാ എന്ന ഒരു വകുപ്പില്ല. അത് നമ്മൾ പ്രത്യേകം അതിനാണ് ജംഉം ഖസ്റും ഉണ്ടാക്കിയത്. ഖളാ ഉണ്ടെങ്കിൽ യാത്ര കഴിഞ്ഞ് വന്നിട്ട് സൗകര്യം പോലെ വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ മതി എന്നാണല്ലോ പറയുന്നത്. ജംഉം ഖസ്റും കൊടുക്കേണ്ടതില്ല. അതേപോലെ തന്നെ ഉറങ്ങിപ്പോയാൽ ഉണരുമ്പോൾ ഉടനെ നമസ്കരിക്കുക, അതാണ് ഓന്റെ സമയം. മറന്നുപോയി, ഓർമ്മ വരുന്നത് എപ്പോഴാണോ അതാണ് സമയം, അപ്പം നമസ്കരിക്കണം. രോഗി, ഓന് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, അല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ഓപ്പറേഷൻ തിയേറ്ററിലാണ്, ഒന്നും എടുത്തിട്ടില്ല, ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല, തയമ്മും ചെയ്യാൻ കഴിയില്ല, ഉള്ളിൽ ഓർമ്മ ഉണ്ടെങ്കിൽ ഓനെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അവനെ നമസ്കരിക്കണം. വത്തഖുല്ലാഹ മസ്തതഅതും. നിങ്ങൾക്ക് സാധിക്കുന്ന വിധം അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊരവസ്ഥയിലും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഹൈലുള്ള ഒരു സ്ത്രീ നമസ്കാരവും നോമ്പ് ഒഴിവാക്കണം. പക്ഷെ നോമ്പ് നോറ്റ് വീട്ടണം, നമസ്കാരം നോറ്റ് വീട്ടേണ്ടതില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിലെ സഹോദരിമാർക്ക് കൊടുത്തിട്ടുള്ള വലിയൊരു അളവാണ്. കാരണം നമസ്കാരം എത്ര വക്ത്, 7 ദിവസം ഒരാൾക്ക് ആർത്തവ രക്തം ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എത്ര റക്അത്ത് നമസ്കരിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റമില്ലാത്ത രൂപത്തിൽ അതിൽ നമ്മൾക്ക് നൽകിയ ഒരു അളവാണ്. വൽഹംദുലില്ലാ. ഇനി സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട സംഗതികൾ. ആർത്തവമുണ്ടാവാൻ സാധ്യതയുള്ള ദിവസങ്ങളിൽ നമസ്കാര സമയമായാൽ ഉടനെ നമസ്കരിക്കണം. ഇപ്പൊ ളുഹ്റിക്ക് ഇന്ന് ആർത്തവം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, ഇന്നാണ് തുടങ്ങേണ്ടത് എങ്കിൽ ളുഹ്ർ ബാങ്ക് കൊടുത്ത ഉടനെ നമസ്കരിക്കണം. അങ്ങനെ നമസ്കരിക്കാതെ മാറ്റിവെച്ച് അസറിന്റെ മുമ്പെങ്ങാനും ആർത്തവം ഉണ്ടായാൽ ആ നമസ്കാരം ഉപേക്ഷിച്ച കുറ്റം ഈ പെണ്ണിനുണ്ടാവും. ആ നമസ്കാരം ശുദ്ധിയായതിനു ശേഷം അവൾ നിർവഹിക്കുകയും വേണം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, അവനവന്റെ ഡേറ്റ് അവനവൻ ഓരോരുത്തർക്ക് അറിയാം. ആ സമയം ഏത് നമസ്കാരത്തിന് സമയമായോ ആണോ ആയത് ഉടനെ തന്നെ അത് നമസ്കരിച്ച് കളയാം. അതുപോലെ ഒരാള് അസറിന്റെ സമയത്ത് ശുദ്ധിയായി നിൽക്കും. ആർത്തവം ഉണ്ടായി ഒരു ദിവസം അസറിന്റെ സമയത്ത് ശുദ്ധിയായാൽ ആ സഹോദരി ളുഹറും അസറും നമസ്കരിക്കാം. ഇഷാന്റെ സമയത്ത് ശുദ്ധിയായാൽ മഗ്രിബും ഇഷായും നമസ്കരിക്കണം. വളരെ ശ്രദ്ധിക്കുക. ഒരാൾക്ക് അസറിന്റെ സമയത്താണ്, അസർ ബാങ്ക് കൊടുത്തപ്പോൾ ശുദ്ധിയായി എങ്കിൽ അവർ ളുഹർ നിസ്കരിക്കണം, അസർ നിസ്കരിക്കണം. ഒരു സഹോദരിക്ക് ഇഷാന്റെ സമയത്ത് ശുദ്ധിയായി, രാത്രി ഒരു 8 മണി 9 മണിക്ക് ശുദ്ധി എങ്കിൽ അവർ മഗ്രിബും നമസ്കരിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇത്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹദീസ്. ഏത്? അസറിനാണ് ഒരു പെണ്ണ് ശുദ്ധിയാകുന്നതെങ്കിൽ ളുഹറും അസറും നമസ്കരിക്കണം. ഇഷാക്കാണ് ശുദ്ധിയാകുന്നതെങ്കിൽ മഗ്രിബും ഇഷായും നമസ്കരിക്കണം. എന്താ പറയാൻ കാരണം? ഒരു കാരണമുള്ള അവസ്ഥയിൽ
രണ്ടാമത്തെ നമസ്കാരത്തിന്റെ സമയം ആദ്യത്തെ നമസ്കാരത്തിന്റെയും സമയമാണ്. ഒരു കാരണം നമുക്ക് ഇപ്പൊ യാത്ര എന്ന കാരണം നമുക്കുണ്ടെങ്കിൽ ളുഹറിന്റെ സമയം അസറിന്റെ സമയമാണ്. ളുഹർ നമ്മൾ അസറിലേക്ക് കയറില്ലേ ഉണ്ട്. എന്താ കാരണം? ഇവിടെ യാത്ര എന്ന ഒരു ഉപാധി, ഒരു കാരണമുണ്ട് ഉള്ളത് കൊണ്ട് അസറിന്റെ സമയം ളുഹറിന്റെയും കൂടി സമയമാണ്. അതേപോലെ തന്നെ മഗ്രിബിന്റെ സമയം ഇഷാന്റെയും കൂടി, ഇഷാന്റെ സമയം മഗ്രിബിന്റെ സമയം കൂടിയാണ്. അതൊരു കാരണമുണ്ട്, യാത്ര. അപ്പൊ അതുപോലെ ഇതൊരു കാരണമാണ്. ഇത് ഹൈലൊരു കാരണമാണ് നിസ്കാരം ഒഴിവാക്കുക. ആ കാരണമുള്ളത് കൊണ്ടാണ് നിസ്കരിക്കാത്തത്. ആ കാരണം ഒഴിവായാൽ അസറിന്റെ സമയത്താണ് ശുദ്ധിയാകുന്നതെങ്കിൽ ളുഹറും അസറും ആദ്യം ളുഹർ നിസ്കരിക്കണം, പിന്നെ അസർ നിസ്കരിക്കണം. ഇഷാന്റെ സമയത്ത് ശുദ്ധിയായാൽ ആദ്യം മഗ്രിബ് നിസ്കരിക്കണം, പിന്നെ ഇഷാ നിസ്കരിക്കണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഫജ്റിന്റെ സമയത്ത്, സുബീന്റെ സമയത്ത്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അതാ സുബീ നമസ്കാരത്തിന്റെ സമയം അവസാനിക്കൽ സൂര്യൻ ഉദിക്കുമ്പോഴാണല്ലോ. അതിന്റെ മുമ്പ് ഒരു റക്അത്ത് നിസ്കരിക്കാനുള്ള സമയമായ ആ സമയത്ത് ഒരാൾ ശുദ്ധിയായാൽ അവർ സുബി നമസ്കരിക്കണം. അങ്ങനെ നമസ്കാരം തുടങ്ങി രണ്ടാമത്തെ റക്അത്ത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് നിർവഹിക്കുന്നതെങ്കിലും വിരോധമല്ല. അപ്പൊ ഒരു റക്അത്തിന്റെ സമയം ബാക്കി ഉണ്ടെങ്കിൽ പോലും സുബി നമസ്കരിക്കുന്ന സമയത്ത് ശുദ്ധിയായാൽ അവൻ നമസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ അദ്റക റക്അത മിന സുബ്ഹി ഖബ്ല അൻ തത്ലുഅ അശംസ് ഫഖദ് അദ്റക സുബ്ഹ. ആർക്കെങ്കിലും സുബി നമസ്കാരത്തിൽ സുബീന്റെ സമയത്ത് ഒരു റക്അത്തിന്റെ സമയം കിട്ടിയാൽ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവൻക്ക് സുബി കിട്ടി എന്ന് പറഞ്ഞാൽ സുബി നിസ്കരിക്കണം. വമൻ അദ്റക റക്അത മിനൽ അസ്രി, അസ്ർ കഴിഞ്ഞ് ഒരു റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം സൂര്യാസ്തമയത്തിന് മുമ്പ് കിട്ടുന്ന രൂപത്തിൽ ഒരു സ്ത്രീ ശുദ്ധിയായാൽ ഫഖദ് അദ്റകൽ അസ്റ, അവർക്ക് അസ്ർ ലഭിച്ചു കഴിഞ്ഞു, അവർ അസ്ർ നമസ്കരിക്കണം. അത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് നമസ്കരിക്കാൻ സമയം കിട്ടുകയും നിർവഹിക്കുന്നതിന് മുമ്പ് ആർത്തവം തുടങ്ങുകയും ചെയ്താൽ ആർത്തവ ശുദ്ധിക്ക് ശേഷം ആ നമസ്കാരം വീട്ടണം എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ആർത്തവം ഉണ്ടാകുന്ന ആ ദിവസം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ വന്ന് അബദ്ധം പറ്റാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ആർത്തവ സ്ത്രീക്ക് നോമ്പ് നോൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ ത്വവാഫ് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ ഹജ്ജിന് പോയി. ആ സമയത്ത് അവർക്ക് ആർത്തവുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാജിമാർ ചെയ്യുന്ന എല്ലാം നിനക്ക് ചെയ്യാം, ഇഹ്റാം ചെയ്യാം, സഅയ് ചെയ്യാം, പിന്നെ എല്ലാം ചെയ്യാം, പക്ഷേ ത്വവാഫ് മാത്രം നീ ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. ഈ ഹജ്ജിന്റെ ത്വവാഫ് അഥവാ ത്വവാഫുൽ ഇഫാള, തവാഫുൽ ഇഫാള എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ തവാഫിന് പറയുന്ന പേരാണ്. അത് ചെയ്തതിന് ശേഷമാണ് ഒരാൾക്ക് ഹൈദ് ഉണ്ടാകുന്നതെങ്കിൽ, ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് ഉംറ ഹജ്ജിന് പോലെ എങ്ങനെയാണ്, ആദ്യം ഉംറ ചെയ്യാം, ഉംറ ചെയ്ത് നമ്മൾ അതിന്ന് ഒഴിവായി, പിന്നെ സാധാരണ ജീവിതം നയിച്ചു. ദുൽഹജ്ജ് 8 നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഇഹ്റാം ചെയ്യാം, എന്നിട്ട് ഹജ്ജിലേക്ക് പ്രവേശിക്കുക. ഹജ്ജിൽ പ്രവേശിച്ച് നേരെ പോണത് എങ്ങട്ടാ? മിനയിലേക്കാണ്, പിന്നെ അറഫയിലേക്ക്, പിന്നെ മുസ്ദലിഫിലേക്ക്. ദുൽഹജ്ജ് 10 അന്നാണ് ഹജ്ജിന്റെ തവാഫ് നമ്മൾ ചെയ്യുക. അതാണ് തവാഫുൽ ഇഫാള എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഒരു പെണ്ണിന് ആർത്തവം ഉണ്ടായി നിൽക്കും എങ്കിൽ അറബിന്റെ അടുത്ത് നിന്ന് പോരുന്നതിന്റെ അവസാനത്തെ ഇബാദത്ത് തവാഫ് ആവണം എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന് തവാഫുൽ വിദാ, വിടവാങ്ങൽ തവാഫ് എന്നാണ് പറയാ. അത് ആർത്തവമുള്ള സ്ത്രീകൾക്ക് ചെയ്യേണ്ടതില്ല. എങ്ങനെ? ഹജ്ജിന്റെ തവാഫ് കഴിഞ്ഞിട്ടാണ് ഒരു പെണ്ണിന് ആർത്തവം ഉണ്ടാകുന്നതെങ്കിൽ അവർ തവാഫുൽ വിദാ അഥവാ വിടവാങ്ങൽ തവാഫ് ചെയ്യേണ്ടതില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ച് അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ, അല്ലാഹുവേ ഇവന് നീ ഖുർആൻ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ച ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു ആയത്തിന്
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഒരു അർത്ഥം പറഞ്ഞാൽ പിന്നെ വേറൊന്നും ആലോചിക്കണ്ട. അള്ളാഹിന്റെ റസൂല് പ്രത്യേകം പ്രാർത്ഥിച്ച റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നത് അമറൻ നാസ അൻ യകൂന ആഖിറു അഹദിഹിം ബിൽ ബൈത്ത് ഇല്ല അന്നഹു ഖുഫിഫ അനിൽ മർഅത്തിൽ ഹൈളി. അള്ളാഹിന്റെ റസൂല് ജനങ്ങളോട് കൽപ്പിച്ചു എന്ത്? അവസാനത്തെ പ്രവർത്തനം, ഹജ്ജിലെ അവസാനത്തെ കർമ്മം തവാഫാവണം. അതെല്ലാരോടും കൽപ്പിച്ചു. ആർക്കൊഴികെ? ഖുഫിഫ അനിൽ മർഅത്തിൽ ഹൈളി, ആർത്തവമുള്ള സ്ത്രീകൾക്ക് അള്ളാഹിന്റെ റസൂല് അതിൽ ഇളവ് നൽകി. അപ്പൊ തവാഫുൽ ഇഫാദ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ തവാഫാണ്. തവാഫുൽ വിദാ എന്ന് പറഞ്ഞാൽ വിടവാങ്ങൽ തവാഫാണ്. ഈ വിടവാങ്ങൽ തവാഫിന്റെ മുമ്പ് ഒരാൾക്ക് ആർത്തവം ഉണ്ടായാൽ അത് ഓള് ചെയ്യേണ്ടതില്ല. എന്നാൽ തവാഫുൽ ഇഫാദന് മുമ്പുണ്ടായാലോ ശുദ്ധിയാകുന്നവരെ കാത്തിക്കണം. ശുദ്ധിയായി ആ തവാഫുൽ ഇഫാദ ഹജ്ജിന്റെ തവാഫാണത്. അത് ചെയ്യാതെ ഹജ്ജ് പൂർത്തിയാവൂല. അത് ചെയ്തിട്ടേ അവർ തിരിച്ചു വരാവൂ. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അപ്പൊ തവാഫ് അവർക്ക് ചെയ്യാൻ പാടില്ല. അടുത്തത് ഖുർആൻ സ്പർശനം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായമുള്ള ആളാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് മുത്തബിഉ സുന്നയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ വളരെ സൂക്ഷ്മമായി പഠിച്ചു പകർത്തുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഖുർആൻ തൊടാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഖുർആൻ തൊടാതെ ഓതരുത് എന്ന് പറയുന്ന ഹദീസ് ഇമാം തുർമിദി റിപ്പോർട്ട് ഹദീസ് ബലഹീനമാണ്. അതുകൊണ്ട് ഓതുന്നതിന് വിരോധമല്ല. കാരണം ജനാബത്ത് എന്ന് പറഞ്ഞാല് അതുപോലല്ല ഹൈള്. കാരണം ജനാബത്ത് കുളിക്കുന്ന സമയം മാത്രമേ തടസ്സമുള്ളൂ. എപ്പോഴും കുളിച്ച് ശുദ്ധിയാവാം. ഹൈള് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 6-7 ദിവസം നീണ്ടു നിൽക്കുക. അള്ളാഹുവിന്റെ കയ്യിലാണ്. അതേപോലെ തന്നെ കാണാതെ പഠിച്ച സൂറത്ത് ഇപ്പം മറന്നു പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ സ്ത്രീ ഖുർആൻ പഠിപ്പിക്കുന്ന പെണ്ണാണെങ്കിലോ, അപ്പൊ അവർക്ക് കാണാതെ ഓതുന്നതിന് യാതൊരു വിരോധമില്ല. ഖുർആൻ തൊടാൻ പാടുണ്ടോ ഇല്ലേ എന്നതിലാണ് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ളത്. കാണാതെ അറിയാവുന്ന ഭാഗങ്ങൾ ഓതുന്നതിന് വിരോധമല്ല. തഫ്സീർ നോക്കിയിട്ട് വായിക്കാം എന്ന് പണ്ഡിതന്മാർ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹയോട് ഹജ്ജിന്റെ സമയത്ത് അവർക്ക് ഈ ഹൈദുണ്ടായപ്പോൾ റസൂൽ പറഞ്ഞത് തവാഫ് ഒഴികെ എല്ലാം ചെയ്യാനാണ്. എന്നാ ഖുർആൻ ഓതരുതെന്ന് പറഞ്ഞില്ല. ഹാജിമാര് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് ഹറമിൽ പോയി ഖുർആൻ ഓതലാണ്. അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിരോധിച്ചിട്ടില്ല. അന്നാണെങ്കിലോ കയ്യിലെടുക്കുന്ന ഖുർആൻ അല്ലേ, കയ്യിലെടുക്കുന്ന ഖുർആൻ എന്ന് ക്രോഡീകരിച്ചില്ലല്ലോ. അപ്പൊ ഖുർആൻ കാണാതെ പോകുന്നതിന് വിരോധമല്ല. സ്പർശനം മാത്രമാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ചെയ്യാൻ പാടില്ലാത്തത്. അപ്പോ ഹാജിമാർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ ഖുർആൻ പാരായണത്തെ ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് അവർ ആർത്തവം ഉണ്ടായപ്പോൾ റസൂൽ വിരോധിച്ചില്ല. മറിച്ച് ത്വവാഫ് മാത്രമാണ് വിരോധിച്ചത്. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നു ഖുർആൻ കാണാതെ അറിയുന്ന ഭാഗം ഓതുന്നതിന് വിരോധമില്ല. അതേപോലെ തന്നെ പള്ളിയിൽ ഇരിക്കലും താമസിക്കലും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്നീ ലാ ഉഹില്ലുൽ മസ്ജിദ ലിഹായിദിൻ വലാ ജുനുബിൻ. ഹൈദുള്ള സ്ത്രീകൾക്കും ആർത്തവമുള്ള വ്യക്തികൾക്കും ഞാൻ പള്ളി ഹലാലാക്കുന്നില്ല, അനുവദിക്കുന്നില്ല. അവിടെ ഇരിക്കരുത്, ഇവിടെ താമസിക്കരുത്. എന്നാൽ നടന്നു പോവാം. ഇല്ലാ ആബിരി സബീൽ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പള്ളിയിലൂടെ നടന്നു പോകുന്നതിന് വിരോധമല്ല. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പള്ളിയിൽ താമസിക്കരുത്, പള്ളിയിൽ ഇരിക്കരുത്. പള്ളിയിലൂടെ നടന്നു പോകുന്നതിനോ പള്ളിയിൽ നിന്ന് പോയിട്ട് ഒരു സാധനം എടുത്തു കൊണ്ടുവരുന്നതിനോ പള്ളിയിലേക്ക് ഒരു സാധനം കൊണ്ടുപോയി കൊടുക്കുന്നതിനോ വിരോധമില്ല എന്നർത്ഥം. അതുപോലെ തന്നെ അവർക്ക് നിഷിദ്ധമാണ് ലൈംഗിക ബന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ അതാ ഹൈളൻ, ആരെങ്കിലും ആർത്തവരക്തമുള്ള ആർത്തവകാരിയുമായി ശാരീരികമായി ബന്ധപ്പെട്ടാൽ, നല്ലോണം മനസ്സിലാക്കണം, അവിമ്രഅത്തൻ ഫീ ദുബുരിഹ, ഒരു സ്ത്രീയെ പിൻഭാഗത്തുകൂടെ സമീപിച്ചാൽ, ഔ കാഹിനൻ, അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരെ സമീപിച്ചാൽ, ഫസദ്ദഖഹു ബിമാ യഖൂലു, ആ ജ്യോത്സ്യൻ പറയുന്ന കാര്യം അയാൾ അംഗീകരിച്ചാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിയ ഖുർആനിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് വളരെ ഗൗരവമുള്ള സംസാരം. എന്ത്? മൻ അതാ ഹൈളൻ, ആർത്തവരക്തമുള്ള സമയത്ത് ലൈംഗിക ബന്ധം പാടില്ല. അല്ലാത്ത എല്ലാം അനുവദനീയ.
അല്ലാത്ത എല്ലാം അനുവദനീയമാണ്. ലൈംഗിക ബന്ധം മാത്രം പാടില്ല. അതുപോലെ തന്നെ അവിംറഅത്തൻ ഫീ ദുബുരിഹ, ഒരു സ്ത്രീയെ പുരുഷൻ പിൻഭാഗത്തൂടെ സമീപിക്കാൻ പാടില്ല. ഔ കാഹിനൻ, അല്ലെങ്കിൽ ജ്യോത്സ്യന്മാര്, തങ്ങന്മാര്, ബീവികള്, കണിയാന്മാര്, സ്വാമിമാര്, ഇത്തരം അദൃശ്യം അറിയുന്ന ആളുകൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകൾ അടുത്ത് പോയിട്ട് അവർ പറയുന്നത് വിശ്വസിച്ചാൽ, അവർ പറയുന്നതിൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടായാലും മതി. ഫഖദ് കഫറ അലാ ഉൻസില മുഹമ്മദിൻ, മുഹമ്മദ് നബിക്ക് അല്ലാഹു ഇറക്കപ്പെട്ട് കൊടുത്ത ഖുർആനിൽ അവർ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ അപ്പൊ അതേപോലെ തന്നെ ആർത്തവവും പ്രസവരക്തവും അവസാനിച്ചാലും കുളിക്കാതെ ഒന്നും അനുവദനീയമല്ല. അവസാനിച്ച് നിൽക്കുക, അവള് കുളിച്ചിട്ടില്ല, കുളിച്ചു കഴിഞ്ഞാലേ ഇതൊക്കെ അനുവദനീയമാവുള്ളൂ. വലാ തഖറബൂഹുന്ന ഹത്താ യത്ഹുർന, ഖുർആൻ പറഞ്ഞു, അവർ ശുദ്ധിയാകുന്നത് വരെ നിങ്ങൾ സമീപിക്കരുതെന്ന. അവരുടെ ആർത്തവം തീരുന്നത് വരെ എന്നല്ല. ആർത്തവം തീർന്ന് അവള് കുളിച്ചില്ല നിൽക്കുക, കുളിക്കുന്നത് വരെ ഇത്തരം കാര്യങ്ങളെല്ലാം ഹറാമാണ്. കുളിച്ച് വൃത്തിയായിട്ടേ ബന്ധപ്പെടാവൂ. ഇത്തരം സ്ത്രീകളോട് ഇനി ബന്ധപ്പെട്ടാലോ അയാൾ ഒരു ദീനാറോ അര ദീനാറോ സദക്ക കൊടുക്കണം എന്നാണ് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞത്. അതൊരു പശ്ചാത്താപവും തൗബ ആവശ്യമുള്ള വിഷയമായി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. 25 ഗ്രാം സ്വർണമാണ് സത്യത്തിൽ ഒരു ദീനാർ തോന്നുന്നത്. അപ്പൊ അങ്ങനെ സദക്ക കൊടുത്തു തൗബ ചെയ്ത് മടങ്ങേണ്ട തെറ്റാണ് ആർത്തവ സ്ത്രീകളുമായി ശാരീരികമായി ബന്ധപ്പെടുക എന്നത്. ഇനി അതുപോലെ തന്നെ ത്വലാഖ് പാടില്ല. ആർത്തവ കാലത്ത് ത്വലാഖ് പാടില്ല. അത് ചെയ്തവൻ മുബത്തദിഅൻ. റസൂലുള്ളാഹി പറഞ്ഞു ഫതല്ലിഖൂഹുന്ന ലിഇദ്ദത്തിഹിന്ന, അവരെ ഇദ്ദാകാലം കണക്കാക്കി തലാഖ് ചെയ്യണം. അതായത് ലൈംഗിക ബന്ധം നടക്കാത്ത ശുദ്ധിക്കാലത്താണ് തലാഖ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയെ ആർത്തവകാലത്ത് തലാഖ് ചൊല്ലി. ഉമർ റളിയല്ലാഹു അൻഹു അതിനെപ്പറ്റി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞു മുർഹു ഫൽ യുറാജിഅഹ, ഉമറെ മകനോട് ആ പെണ്ണിനെ തിരിച്ചെടുക്കാൻ പറയും. അപ്പൊ ആ തലാഖായിട്ട് അംഗീകരിക്കാൻ പറ്റൂല. തുമ്മൽ യത്രുകുഹ, പിന്നെ അവൾ ഒഴിവാക്ക്, ഹത്താ തത്ഹുറ, അവൾ ശുദ്ധിയാകുന്നത് വരെ. തുമ്മ തഹീദ തുമ്മ തത്ഹുറ, പിന്നീട് ഒരു ഹൈദ് ഉണ്ടാവണം, പിന്നീട് ശുദ്ധിയാവണം. ആ ശുദ്ധി കാലത്ത് ഇൻഷാ അംസക, ഓൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിലനിർത്തട്ടെ, വ ഇൻഷാ തൊല്ലക്ക, ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒഴിവാക്കട്ടെ. കബുല യമസ്സ, സ്പർശിക്കുന്നതിന് മുമ്പ് വേണം. ഞാൻ ത്വലാഖ് ചെല്ലാൻ ഉദ്ദേശിക്കുകയാണ്, ഭാര്യ ഒരു ഹൈദ് കഴിഞ്ഞുള്ള ശുദ്ധി കാലത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ വേണം ത്വലാഖ് ചെല്ലാൻ. ശുദ്ധിക്കാലത്ത് ബന്ധപ്പെട്ടാലോ ആ ശുദ്ധിയിൽ ത്വലാഖ് ചെല്ലാൻ പറ്റൂല. ആ ശുദ്ധി കഴിഞ്ഞ് ഒരു ഹൈദ് ഉണ്ടായി വീണ്ടും ശുദ്ധിയാവണം, എന്നിട്ട് എന്ത് ചെയ്യാവും, ത്വലാഖ് ചെല്ലാവും. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി മാസം കൊണ്ട് ഇദ്ദ കണക്കാക്കുക. ഇദ്ദ കണക്കാക്കേണ്ടത് മാസം കൊണ്ടാണ്. വലിൽ മുത്തല്ലഖാത്തി വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂ. ഖുർആൻ പറഞ്ഞു, വിവാഹമോചിത തന്റെ വിഷയത്തിൽ 3 മാസമുറകൾ കാത്തിരിക്കേണ്ടതാണ്. മാസം കൊണ്ടല്ല, ആർത്തവം കൊണ്ടാണ് ഈ 3 ഇദ്ദ കണക്കാക്കേണ്ടത്. ആര്? ആർത്തവ രക്തം ഉള്ള സ്ത്രീകൾ. സ്ഥിരമായി കൃത്യമായി ആർത്തവം ഉണ്ടാകുന്ന സ്ത്രീകളാണെങ്കിൽ അവള് ഇദ്ദ തീരുമാനിക്കേണ്ടത് 3 മാസം നോക്കിയിട്ടല്ല, 3 ശുദ്ധിക്കാലം നോക്കിയിട്ടാണ്. അതാണ് സലാസത്ത ഖുറൂ. ഖുർആൻ പറഞ്ഞു വല്ലായി യഇസ്ന മിനൽ മഹീദി മിൻ നിസായിക്കും ഇൻ ഇർതബ്തും ഫഇദ്ദത്തുഹുന്ന സലാസത അശ്ഹുരിൻ വല്ലായി ലം യഹിദ്ന. ഇനി ആർത്തവം അവസാനിച്ച സ്ത്രീകൾ, ആർത്തവത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ട സ്ത്രീകളാണ്, അവരാണ് 3 മാസം എന്ന നിലക്ക് ഇദ്ദ കണക്കാക്കുക. ആർത്തവം കൃത്യമായി ഉള്ള സ്ത്രീകൾ ഇദ്ദ കണക്കാക്കേണ്ട സമയം വരുമ്പോൾ ഭർത്താവ് ഒഴിവാക്കിയാൽ ത്വലാഖ് ചെല്ലാനുള്ള ഇദ്ദനെ പറ്റിയാ പറഞ്ഞത്. അതെങ്ങനെയാ കണക്കാക്കേണ്ടത്? 3 ശുദ്ധിക്കാലമാണ്. അതാണ് ശുദ്ധി. ആ ശുദ്ധി ആണ് നോക്കിയിട്ടാണ് ഇദ്ദ കണക്കാക്കേണ്ടത്. ഇനി ഭർത്താവ് മരിച്ചാലോ? ഭർത്താവ് മരിച്ചാൽ എല്ലാ സ്ത്രീകളും, അത് ആർത്തവമുള്ള ഉള്ള ആളാവട്ടെ ഇല്ലാത്ത ആളാവട്ടെ, എല്ലാവരും 4 മാസവും 10 ദിവസവുമാണ് ഇദ്ദ ആചരിക്കേണ്ടത്.
നേരത്തെ പറഞ്ഞ ഇദ്ദ ഭർത്താവ് ത്വലാക്ക് ചെല്ലിയാലുള്ള ഇദ്ദയാണ്. ഭർത്താവ് ത്വലാക്ക് ചെല്ലിയാൽ ഒരു പെണ്ണ് ഇദ്ദ കണക്കാക്കേണ്ടത് അവൾ ആർത്തവ രക്തമുള്ള സ്ത്രീയാണെങ്കിൽ 3 ശുദ്ധിക്കാലം, 3 മാസമല്ല 3 ശുദ്ധിക്കാലം. അത് ചിലപ്പോൾ മാസത്തിന്റെ അധികം കുറവൊക്കെ വരും. എന്നാൽ ആർത്തവത്തിന്റെ പ്രായം കഴിഞ്ഞു, അല്ലെ ആർത്തവം ഉണ്ടാത്ത സ്ത്രീ ആർത്തവം മുറിഞ്ഞു പോയി, അങ്ങനെയുള്ള സ്ത്രീകളെ തലാക്ക് ചെല്ലിയാലോ അവളാണ് 3 മാസം എന്ന നിലക്ക് തന്റെ ഇദ്ദ തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഓരോന്നും കൃത്യമായി പറയുന്നത്. വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശ്റ. നിങ്ങളിൽ ഭർത്താവ് മരിച്ചുപോയി, നിങ്ങൾ ഇവിടെ ഒഴിവാക്കപ്പെട്ടാൽ 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കണം. അത് 90 വയസ്സായ സ്ത്രീ ആണെങ്കിലും ഇരിക്കണം. എത്ര പ്രായമുള്ള സ്ത്രീയാണ് ഇരിക്കണം. അതിൽ പ്രായമോ പ്രസവിക്കാത്ത സ്ത്രീ നിൽക്കുക ഓലും ഇരിക്കണം. അത് മതപരമായി ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ആചരിക്കേണ്ട ആചാരമാണ്. അതെല്ലാവർക്കും വേണം. അതുപോലെ തന്നെ ആർത്തവം പ്രായപൂർത്തിയെ അറിയിക്കുന്നു. ഒരു പെണ്ണിന് പ്രായപൂർത്തിയായി എന്നതിന്റെ അടയാളം ശരീരത്തിന്റെ നിയമങ്ങൾ ബാധകമാവൽ ആർത്തവ രക്തത്തോടു കൂടിയാണ്. ഇനി ഹൈദും നിഫാസും ഉള്ള സ്ത്രീകൾക്ക് അനുവദനീയമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, ഇസ്നഉ കുല്ല ശൈഇൻ ഇല്ല നിക്കാഹ. സംയോഗമല്ലാത്ത ശാരീരിക ചേഷ്ടകളെല്ലാം ഇത്തരം സ്ത്രീകൾക്ക് അനുവദനീയമാണ്. സംയോഗം മാത്രമാണ് അള്ളാന്റെ റസൂല് വിരോധിച്ചിട്ടുള്ളത്. അല്ലാത്ത ശാരീരികമായ ബന്ധപ്പെടലുകളൊക്കെ ഒരു സ്ത്രീക്കും പുരുഷനും അനുവദനീയമാണ്. ഇതൊക്കെ മതപരമായ കാര്യമായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അവരോടൊപ്പം ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും യാതൊരു പ്രയാസമില്ല. എന്നാൽ ചില മതങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ചില മതങ്ങളിൽ ആർത്തവമുള്ള സ്ത്രീകൾ പറമ്പിന്റെ ഏതെങ്കിലും മൂലക്ക് പോയിട്ട് മരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. വീട്ടിൽ കയറ്റാൻ പറ്റില്ല. രാത്രി കിടക്കാൻ മാത്രം വീട്ടിൽ കയറും, പകല് മുഴുവൻ വീട്ടിന്റെ പുറത്ത് നിൽക്കുകയാണ്. ഇസ്ലാം അങ്ങനെ ഒരു വിവേചനം സ്ത്രീയോട് കാണിക്കണില്ല. അതൊരു ബുദ്ധിമുട്ടുള്ള സമയമാണ്. അവർക്ക് കൂടുതൽ പരിചരണം കൊടുക്കുക ഇസ്ലാം ചെയ്തു. എങ്ങനെ പരിചരണം? നിസ്കരിക്കണ്ട, നോമ്പ് നോൽക്കണ്ട എന്ന് ഇളവ് കൊടുക്കുക ചെയ്തു. കാരണം അവർ ശാരീരികമായി മാനസികമായി ഏറെ പ്രയാസപ്പെടുന്ന ഒരു സമയമാണ് ആർത്തവ സമയം. ഒരു പെണ്ണിന് ശരിക്ക് ഭയങ്കര ദേഷ്യവും ഒക്കെ ഉണ്ടാവും. കാരണം ശാരീരികമായിട്ട് അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇസ്ലാം അവരെ പരിഗണിക്കുകയും പരിചരിക്കുകയും ചെയ്തു. അവരുടെ കൂടെ ഇരിക്കാം, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാം. ആയിഷ റളിയല്ലാഹു പറയുന്നത് കുൻതു അശ്റബു വാന ഹായിദുൻ, ഞാന് പ്രവാചകന്റെ കൂടെ വെള്ളം കുടിക്കാറുണ്ട്, ഞാൻ ഹൈദുകാരിയായിട്ട്. അങ്ങനെ ഞാൻ കുടിച്ച ഗ്ലാസ് അള്ളാൻ റസൂല് കൊടുക്കും. അള്ളാൻ റസൂല് ആ ഗ്ലാസ്സിൽ നിന്ന് റസൂല് വെള്ളം കുടിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു. ഈ എല്ലുമ്മല് ഇറച്ചിയുള്ള എല്ല് ഞാൻ കടിച്ചിട്ട് അത് അള്ളാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ ആർത്തവകാരി ആയിരിക്കെ തന്നെ എന്റെ കയ്യിൽ നിന്ന് ആ എല്ല് വാങ്ങിയിട്ട് അയിമലുള്ള മാംസം തിന്നും. അപ്പൊ കൂടെ ഇരിക്കണതിനോ, കൂടെ സംസാരിക്കുന്നതിനോ, കൂടെ യാത്ര ചെയ്യുന്നതിനോ, കൂടെ ഉറങ്ങുന്നതിനോ, സംയോഗമല്ലാത്ത രൂപത്തിലുള്ള വൈകാരികത തീർക്കുന്നതിനൊന്നും ഇസ്ലാമിൽ യാതൊരു വിരോധവുമില്ല. സംയോഗം മാത്രമാണ് അള്ളാഹു ഖുർആനിലൂടെ വിരോധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈദ്ഗാഹിലേക്ക് നേരത്തെ പറഞ്ഞ ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ, അവരുടെ ഡ്യൂട്ടിയെ സത്യത്തെ എന്ത് ഈ മുഴുവൻ ആർത്തവ രക്തമുള്ള എല്ലാ സ്ത്രീകളെയും അമറനാ റസൂലുള്ളാഹ്, അള്ളാഹുന്റെ റസൂൽ കൽപ്പിച്ചു. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറയും അന്നഖ്റുജ, പുറത്തു കൊണ്ടുവരാൻ, ഫിൽ ഈദൈനി, 2 ഈദിലും, അൽ അവാതിക വൽ ഹുയ്യള വദവാത്തിൽ ഹുദൂദി, എല്ലാരെയും ആർത്തവമുള്ള മാസമുറയുള്ള അതേപോലെ തന്നെ ഇദ്ദയിരിക്കുന്ന പുറത്തിറങ്ങാത്ത എല്ലാ സ്ത്രീകളെയും ഈദ്ഗാഹിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു. അതിന്റെ ഉത്തരവാദിത്വം ഈ ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹയ്ക്കായും. എന്നിട്ട് എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവര് മുസ്ലിങ്ങളുടെ പ്രാർത്ഥന പങ്കെടുക്കട്ടെ, നമസ്കരിക്കുമ്പോൾ അവർ മാറി നിൽക്കട്ടെ. അത് കഴിഞ്ഞാലാണല്ലോ ഹുത്തുബ, അതിനുശേഷം പ്രാർത്ഥന, അതിനുശേഷം ആശംസ കൈമാറുന്നു. ഇതൊക്കെ അവർ ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ കഴിയും. അതേപോലെ തന്നെ ആർത്തവകാരികളുടെ മടിയിൽ, ഇപ്പൊ ഭർത്താവിന് ആർത്തവമുള്ള ഭാര്യന്റെ മടിയിൽ തലവെച്ച് കിടന്നിട്ട് ഖുർആൻ ഓതാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാന യത്തഖി ഫീ ഹിജ്രി,
അള്ളാന്റെ റസൂൽ എന്റെ മടിയിൽ തല വെച്ച് കിടക്കും. വാന ഹായിദ്, ഞാൻ ആർത്തവമുള്ള പെണ്ണായിരിക്കും. തുമ്മ യഖ്റഉൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് എന്റെ മടിയിൽ കടന്നിട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. അതിനൊന്നും യാതൊരു വിരോധവുമില്ല. അതുപോലെ തന്നെ ഭർത്താവിന്റെ മുടി ചീകി കൊടുക്കുക, തല കഴുകി കൊടുക്കുക. കുൻതു ഉറജ്ജിലു റഅസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാന ഹായിദുൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസ് കാണാം. പള്ളിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല പുറത്തേക്ക് കാണിച്ചു കൊടുക്കും. റസൂൽ തന്റെ തല കഴുകി കൊടുക്കും, തല തുടച്ചു കൊടുക്കും. അതിനൊന്നും യാതൊരു വിരോധമില്ല. അതുപോലെ തന്നെ ദിക്റുകൾ എന്ന നിലക്ക് ചെല്ലുന്ന ഖുർആന്റെ ഭാഗങ്ങൾ, ഫാത്തിഹ, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, ഖുൽ വല്ലാഹു അഹദ്, ഖുൽ അഊദു ബിൽ ഫലക്, ഖുൽ അഊദു ബിൻ നാസ്, ആയത്തുൽ കുർസി, ആമന റസൂലു, ഇതൊക്കെ നമ്മൾ പല സന്ദർഭത്തിൽ ചെല്ലേണ്ടതാണ്. അതൊക്കെ ചെല്ലാം. പ്രാർത്ഥനകൾ ഇഷ്ടം പോലെ പ്രാർത്ഥിക്കുക. ഹജ്ജ്, ഉംറ, തവാഫ് ഒഴികെ. ഹജ്ജും ഉംറയും ചെയ്യാം. ആ ഹജ്ജിന്റെയും ഉംറയുടെയും തവാഫ് ഒഴികെ. ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഒരാൾക്ക് ആർത്തവണ്ടായി നിൽക്കുക, ഓൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുക. ഒരാള് പ്ലെയിനിൽ ഇങ്ങനെ പോവുകയാണ്, നമ്മൾ ഇവിടുന്ന് കരിപ്പൂരിന്ന് എയർപോർട്ടിൽ നിന്ന് പോവുകയാണ്. പോകുമ്പോ നമ്മളെ മീഖാത്തിന്റെ മുകളിലെത്തുമ്പോ പ്ലെയിനിൽ ഒരു അറിയിപ്പ് ഉണ്ടാവും. അപ്പോഴാണല്ലോ നമ്മൾ ഇഹ്റാം ചെയ്യുക. ആ സമയത്ത് ഒരു സ്ത്രീക്ക് ആർത്തവണ്ടായി നിൽക്കുക, അത് യാതൊരു വിരോധമില്ല, അവർ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാം എന്നതാണ്. ഇനി ശുദ്ധിയായി എന്നതിന്റെ അടയാളം എന്താണ്? ആർത്തവ രക്തത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് വരുന്ന വെള്ള അടയാളം, അൽ ഖസ്സത്തൽ ബൈളാ എന്ന് പറഞ്ഞാൽ വെള്ള നൂല് പോലെയുള്ള ഒരു വസ്തു. അത് കണ്ടാലാണ് ഇത് ശുദ്ധിയായി എന്ന് മനസ്സിലാവുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ലാ തഅജൽന ഹത്താ തറൈനൽ ഖസ്സത്തൽ ബൈളാ. ഈ സ്ത്രീകള് ഈ മഞ്ഞയും ചുവപ്പും ഒക്കെ രക്തമുള്ള പഞ്ഞി ആയിഷ റളിയല്ലാഹു അൻഹ കൊടുത്തേക്കും. ഇത് നോക്കിയിട്ട് ഞങ്ങളെ ആർത്തവം ശുദ്ധിയായണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടി കൊടുത്തേക്കാറുണ്ട്. അപ്പൊ അവർ പറഞ്ഞൊരു മറുപടിയാണത്. ഫലാ തഅജൽന, നിങ്ങൾ ധൃതിപ്പെടരുത്. ഹത്താ തറൈന, നിങ്ങൾ കാണുന്നത് വരെ, അൽ ഖസ്സത്തൽ ബൈളാ, വെള്ള നൂല് പോലെ, അല്ലെങ്കിൽ ആ വെള്ള നൂല് പോലുള്ള വസ്തു കണ്ടാൽ ആർത്തവം ശുദ്ധിയായി എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അവരുടെ ലൈംഗിക അവയവത്തില് പഞ്ഞിയോ ശീലയോ വെക്കുക. എന്നിട്ട് അത് പുറത്തെടുത്തിട്ട് നനവ് കാണുന്നില്ലെങ്കിൽ ശുദ്ധിയായി എന്ന് മനസ്സിലാക്കുക. അങ്ങനെ കുളിച്ച് നമസ്കരിക്കാം. വീണ്ടും രക്തം വന്നാലോ അത് ഇസ്തിഹാദത്താണ്. നന്നായി പഞ്ഞൊക്കെ വെച്ച് കെട്ടി നമസ്കരിക്കാം. ഈ നമസ്കാരത്തിന്റെ ഇടക്ക് ഒന്ന് രണ്ട് തുള്ളി രക്തം വീണുപോയി, ഒരു വിരോധമില്ല. ചിലപ്പോൾ സ്ത്രീകൾക്ക് അനിയന്ത്രിതമായ രക്തപ്രവാഹം ഉണ്ടാവും. അപ്പോഴൊക്കെ റസൂൽ അവന് നന്നായി മൂടി കെട്ടിയിട്ട് നമസ്കരിക്കാനാണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കും. അതേപോലെ തന്നെ നിഫാസ്, പ്രസവവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ മഹത്വമാണ് പ്രസവം എന്നാണ്. ഒരു ഉമ്മ, ഒരു മനുഷ്യൻ തൻ ജീവിതത്തിൽ ഏറ്റവും കടപ്പാടുള്ളത് ആരോടാണ് എന്ന ചോദ്യത്തിന് 3 വട്ടം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് ഉമ്മുക്ക. അതിന്റെ ഒറ്റ കാരണം എന്താ? ഗർഭാശയം ഉള്ളിൽ പേറുന്നു അവൾ എന്നതാണ്. ഗർഭധാരണവും പ്രസവവും ഒരു മനുഷ്യനെ പുരുഷനേക്കാൾ 3 ഇരട്ടി അള്ളാഹുവിന്റെ അടുക്കൽ ആദരണീയതയാക്കുന്നു എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിഫാസുമായി ബന്ധപ്പെട്ട്, പ്രസവവുമായി ബന്ധപ്പെട്ട രക്തമാണ് നിഫാസ് എന്ന് പറയുന്നത്. അധികരിച്ചാൽ 40 ദിവസം. ഇത് പ്രസവിച്ച പെണ്ണുങ്ങൾ മുഴുവൻ 40. എന്നിട്ട് ഈ 40 ദിവസം എണ്ണത്തപ്പ് പോലെ അങ്ങനെ നടക്കുക. 20 ദിവസം കഴിയുമ്പോൾ ശുദ്ധിയായി ഉണ്ടാവും, അറിയില്ല. അത് നമ്മൾ ഈ ക്ലാസ് ഞാൻ പ്രത്യേകം പറയാൻ കാരണതാണ്. 20 ദിവസത്തെ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവന്റെ അവസ്ഥ എന്താണെന്നറിയും. ഒരു വക്ത് നമസ്കാരങ്ങൾ ആലോചിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വീട് വളഞ്ഞവരുണ്ട്. പ്രവാചകൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തിയവർ, പ്രവാചകൻ നടന്നു പോകുന്ന കുഴി കുഴിച്ചു വെച്ചവരുണ്ട്. പ്രവാചകൻ അവർക്കെതിരെ ശാപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടില്ല. തന്റെ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചവരുണ്ട്. ഹിജർ അങ്ങനെ ഉണ്ടായതാണല്ലോ. അവർക്കെതിരെ പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ ഒരു യുദ്ധത്തിൽ അസർ നമസ്കാരം തെറ്റിപ്പോയി. അസറിന്റെ സമയം കഴിഞ്ഞു. അള്ളാഹ് റസൂൽ പ്രാർത്ഥിച്ച എന്താ അറിയോ? മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറാ. അള്ളാഹുവേ, അവരുടെ വീടും അവരുടെ ഖബറും നീ തീയാൽ നിറക്കണേന്ന. ഒരു വക്ത് നിസ്കാരം സമയം വിട്ട് അപ്പുറത്തേക്ക് പോവാൻ ശത്രുക്കൾ കാരണമായപ്പോ ഒരു മനുഷ്യനെ ശപിക്കാത്ത ഈ പ്രവാചകൻ ശപിച്ചുകൊണ്ട് പറഞ്ഞു, മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറാ.
അപ്പൊ ഒരു വക്ത് നമസ്കാരത്തിന്റെ വില എന്താ? അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പൊ പ്രസവ രക്തത്തിന്റെ കൂടിയ അളവ് തന്നെ എല്ലാവർക്കും ഉണ്ടാവുക എന്നത് അസംഭവ്യല്ലേ. അതുകൊണ്ട് കൂടുതൽ ഉണ്ടെങ്കിൽ അതെ, എപ്പോഴാണോ അവസാനിക്കുന്നത് അപ്പൊ കുളിച്ച് നമസ്കരിക്കാം. ആർത്തവ രക്തമുള്ള സ്ത്രീകൾക്കുള്ള അതേ നിയമമാണ് പ്രസവ രക്തമുള്ള സ്ത്രീകൾക്കും ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 40 ദിവസത്തിനുള്ളിൽ എപ്പോൾ അവസാനിച്ചാലും കുളിച്ച് നമസ്കരിക്കണം. 40 കൂടിയാലോ അത് ഇസ്തിഹാദത്തായി, രോഗമായി കണക്കാക്കി നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വക്തിനും ഉളൂ ചെയ്ത് നമസ്കരിക്കണം. ഇനി ഹൈലും നിഫാസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇദ്ദയിൽ പ്രസവകാലം ഇദ്ദയിൽ പരിഗണിക്കൂല, എന്നാൽ ആർത്തവകാലം പരിഗണിക്കും. അതായത് പ്രസവത്തിന് മുമ്പ് ത്വലാഖ് സംഭവിച്ചു നിൽക്കുക. ഇനി ഇദ്ദ കണക്കാക്കണമെങ്കിൽ ഹൈദ് തുടങ്ങുന്നവരെ കാത്തിക്കണം. ഈ നിഫാസിന്റെ സമയം ഇദ്ദയിൽ പരിഗണിക്കൂല. എന്നിട്ട് ഹൈദ് തുടങ്ങിയിട്ട് 3 ഹൈദ് ഉണ്ടായി സലാസത്തെ കുറുന്നല്ലേ, അതിന് കാത്തിക്കണം. അത് മനസ്സിലായി. അവിടെ നിഫാസ് പരിഗണിക്കൂല. ഈല എന്നൊരു ഏർപ്പാടുണ്ടായി. എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാര് ചിലപ്പം ഭാര്യമാരുടെ ദേഷ്യം പിടിച്ചിട്ട് ഉമ്മി, നീ എനിക്ക് എന്റെ ഉമ്മയുടെ മുതുക് പോലെയാണ് എന്ന് പറഞ്ഞ് പിന്നെ ഒരു ശാരീരിക ബന്ധത്തിന് പോകില്ല. ഏകദേശം ഒരു തലാക്ക് പോലെ തന്നെ. ഇതിനാണ് ഈല എന്ന് അറബിയിൽ പറയാം. അത് ചെയ്ത ഒരാൾ തിരിച്ചെടുക്കുകയാണെങ്കിൽ 4 മാസത്തിന്റെ ഉള്ളിൽ തിരിച്ചെടുക്കണം. ഈ 4 മാസവും കണക്കാക്കലും ഹൈദിന്റെ അടിസ്ഥാനത്തിലാണ്, നിഫാസിന്റെ അടിസ്ഥാനത്തിലല്ല. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതേപോലെ തന്നെ പ്രായപൂർത്തിയായാൽ ഹൈദിന്റെ അടിസ്ഥാനത്തിലാണ് പ്രായപൂർത്തി കണക്കാക്കുക. ആർത്തവം ഓരോ മാസവും കൃത്യസമയത്താണ് ഉണ്ടാവുക. എന്നാൽ നിഫാസ് പ്രസവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇനി ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ ആർത്തവ രോഗം. ആർത്തവ രോഗം എന്ന് പറഞ്ഞാൽ ആർത്തവ രോഗവും ഹൈദും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആർത്തവ രക്തം കറുത്തതും കട്ടിയുള്ളതും ദുർഗന്ധമുള്ളതും. ഇസ്തിഹാദത്തിന്റെ രക്തം നേർത്തതും ചുവപ്പും ദുർഗന്ധമില്ലാത്തതുമാണ്. മനസ്സിലാക്കണം. 2, ആർത്തവ രക്തം എന്നത് ഗർഭാശയത്തിൽ നിന്ന് വരുന്നത്. എന്നാൽ ഇസ്തിഹാദത്ത് ഗർഭാശയത്തിന്റെ ഒരറ്റത്തുള്ള ഒരു നരമ്പിൽ നിന്നുമായി ബന്ധപ്പെട്ട് വരുന്ന രക്തമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഗർഭാശയത്തിന്റെ രക്തമല്ല സത്യത്തിൽ ഇസ്തിഹാദത്ത്. ഗർഭാശയത്തിന്റെ ഒരറ്റത്തുള്ള ഒരു നരമ്പിൽ നിന്ന് വരുന്നതാണ്. മനസ്സിലാക്കണം. അതേപോലെ തന്നെ ആർത്തവ രക്തം ആരോഗ്യത്തിന്റെയും പ്രകൃത്യാ ഉള്ളതുമാണ്. ഇസ്തിഹാദത്ത് രോഗമാണ്, അതിന് നിശ്ചിത സമയമില്ല. ഇസ്തിഹാദത്തുള്ള സ്ത്രീകൾ 3 വിഭാഗമാണ്. ഇസ്തിഹാദത്തുള്ള സ്ത്രീകൾ 3 വിഭാഗമാണ്. 1, ഇസ്തിഹാദത്തിന്റെ മുമ്പ് ഇത്ര ദിവസമാണ് എനിക്ക് ഹൈള് എന്ന് കൃത്യമായി അറിയുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവര് ആ അറിയുന്ന ദിവസം ഹൈളായി കണക്കാക്കി ബാക്കി രോഗമായി കണക്കാക്കി ഉദു ചെയ്ത് നമസ്കരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഹൈളിന്റെ ദിവസം കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ, ഇസ്തിഹാദത്ത് ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ സാധാരണ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന 6 7 ദിവസം ഹൈളായി കണക്കാക്കുകയും ബാക്കി ദിവസം ഉളു എടുത്ത് ശുദ്ധീകരിച്ച് നമസ്കരിക്കുകയും ചെയ്യാം. ഇനി ഹൈളിന്റെ സമയം അറിയില്ല, ആകെ കൺഫ്യൂഷനിലാണ്. എന്താണ് അതിന്റെ കൃത്യമായ മറുപടി? സാധാരണ സ്ത്രീകൾ ഹൈളായി കണക്കാക്കുന്ന ദിവസം ഹൈളായി കണക്കാക്കുക, ബാക്കി ദിവസം ഇസ്തിഹാദത്തായിട്ട് കണക്കാക്കുക എന്നതാണ്. അതേപോലെ തന്നെ അങ്ങനെയും സാധിക്കാത്ത ആളുകൾ ഉണ്ടാവും. ഒരു മാസം 2 ദിവസം ഹൈള് ഉണ്ടാവും, അടുത്ത ദിവസം 3 ദിവസം ആവും, പിറ്റേ ദിവസം 2 ആഴ്ച ഒരുക്കും. അപ്പൊ എന്താ ചെയ്യാം? അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഉമ്മയുടെ അല്ലെങ്കിൽ സഹോദരി അല്ലെ അമ്മായി അല്ലെ ഇളയുമ്മ, ഇവർക്കൊക്കെ എത്ര ദിവസമാണുള്ളത് നോക്കുക. ആ കൂട്ടത്തിൽ ഏറ്റവും കുറച്ചുള്ളതായിരിക്കാം. അമ്മക്ക് 4 ദിവസമാണ്, എൻ്റെ ഉമ്മക്ക് 4 ദിവസമാണ് ഹൈദ്. അത് ഞാൻ കണക്കാക്കാം. ഏതായിരിക്കാന്നല്ലോ, ഒരു നിലക്കും ഈ ഹൈദിന്റെ ഈ ആർത്തവത്തിന്റെ ദിവസം ഒരു കൃത്യത കിട്ടാത്ത കൺഫ്യൂഷനിലായി നിൽക്കുന്ന ആളുകൾക്കുള്ള പരിഹാരമായി പറഞ്ഞു. ആ പെണ്ണിന്റെ
ആ പെണ്ണിന്റെ സഹോദരിക്ക്, ആ പെണ്ണിന്റെ ഇളയുമ്മക്ക്, ഇവർക്കൊക്കെ എത്ര ദിവസം നോക്കുക ഒന്ന് നോക്കിയിട്ട് അതിൽ ഏറ്റവും കുറച്ചാർക്കാണുള്ളത് അത് നമ്മൾ സ്വീകരിക്കുക. ഇപ്പൊ അനിയത്തിക്ക് അല്ലെ ഏട്ടത്തിക്ക് 3 ദിവസമാണ് അല്ലെ 4 ദിവസം, ആ 4 ദിവസം ഇവളും എന്ത് ചെയ്യുക, ആർത്തവായി കണക്കാക്കുക. ബാക്കി ഇസ്തിഹാദത്തായി കണക്കാക്കിയിട്ട് ശുദ്ധിയായി നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇൻ കുൻതും ലാ തഅലമൂൻ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മാതാപിതാക്കളായ നമ്മൾ മനസ്സിലാക്കി മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ ഇബാദത്ത് ശരിയാവാനും അബദ്ധം പറ്റാതിരിക്കാനും വേണ്ടിയാണ്. ഇത്രയുമാണ് സൂചിപ്പിക്കാനുള്ളത്.